നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയുമായി 13 മാസത്തെ യുദ്ധം. ഇപ്പോഴിതാ എല്ലാത്തിനും ഒരു അവസാനമിട്ടിരിക്കുകയാണ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ കരാറിന് സമ്മതം അറിയിക്കുമ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പലതും കണക്കുകൂട്ടുന്നുണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇറാനിൽ നിന്നോ ഹിസ്ബുള്ളകളുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു അറ്റാക്ക് ഉണ്ടായാൽ എന്താണ് അടുത്ത പ്ലാൻ എന്നതാണ് കണക്കുകൂട്ടൽ. വെടിനിർത്തൽ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുവാനോ അല്ലെങ്കിൽ പഞ്ചപുച്ഛമടക്കി മിണ്ടാതിരിക്കുവാനോ ഹിസ്ബുള്ളകളുടെ അനക്കത്തിൽ നിന്ന് ആ നോട്ടത്തിൽ നിന്ന് മാറുവാനോ ഒന്നും തന്നെ തൽക്കാലത്തേക്ക് ഇസ്രായേൽ തയ്യാറല്ല. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ അമേരിക്ക ഇപ്പോൾ ബൈഡൻ പ്രധാനമന്ത്രി കസേര വിട്ട് അല്ലെങ്കിൽ പ്രസിഡന്റ് കസേര വിട്ട് പുറത്തിറങ്ങുന്നതിന് മുൻപായി $680 ഈ ആയുധങ്ങൾ നൽകാൻ ഇസ്രായേൽ നൽകാൻ പദ്ധതിയിട്ടുകൊണ്ടാണ് പടിയിറങ്ങുന്നത്. US പ്രസിഡന്റ് ജോ ബൈഡനാണ് വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത്. US-ഉം ഫ്രാൻസും നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങൾക്കൊടുവിലാണ് സമാധാന കരാർ നിലവിൽ വന്നത്. ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ ലെബനനിൽ US ഇടനിലക്കാരനായ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നപ്പോഴും ഈ ബൈഡൻ ഭരണകൂടം ഇസ്രായേലിന് $680 മില്യൺ ആയുധ വിൽപ്പന പാക്കേജുമായാണ് മുന്നോട്ട് പോകുന്നത്. പദ്ധതിയെക്കുറിച്ച് പരിചയമുള്ള ഒരു US ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ഫിനാൻഷ്യൽ ടൈംസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പാക്കേജിൽ ആയിരക്കണക്കിന് ജോയിന്റ് ഡയറക്ടർ അറ്റാക്ക് മ്യൂണിഷൻ കിറ്റുകളും അതായത് JDM കിറ്റുകളും നൂറുകണക്കിന് ചെറിയ വ്യാസമുള്ള ബോംബുകളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഇസ്രായേലും ലബനനിലെ ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ഹിസ്ബുള്ളയും തമ്മിലുള്ള വർഷങ്ങളിലെ ഏറ്റവും നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ച് ഒരു ദിവസത്തിനുള്ളിലാണ് ഈ വാർത്ത പുറത്തുവരുന്നത്. എന്നാൽ ഇസ്രായേൽ ഇപ്പോഴും ഗസയിൽ തങ്ങളുടെ മറ്റ് പ്രധാന ശത്രുവായ ഫലസ്തീൻ ഭീകര സംഘടനയായ ഹമാസുമായി പോരാടുകയാണെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ $680 വരുന്ന ഈ ആയുധം അതങ്ങനെ വെറും ഒരു പാക്കേജ് അല്ല എന്ന് വ്യക്തമാവുകയാണ്. പാക്കേജ് മാസങ്ങളായി തന്നെ പ്രവർത്തിക്കും എന്ന് അടക്കമുള്ള വാർത്തകളും വരുന്നു. ഇത് ആദ്യം സെപ്റ്റംബറിൽ കോൺഗ്രസ് കമ്പനികൾക്ക് പ്രിവ്യൂ ചെയ്യുകയും ഒക്ടോബറിൽ അവലോകനത്തിനായി സമർപ്പിക്കുകയും ചെയ്തതായാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി ലബനനിലെ ലിറ്റാനി നദി പ്രദേശത്ത് IDF സൈനികർ പ്രവർത്തിക്കുകയായിരുന്നു. യുദ്ധവിമാനങ്ങളും മറ്റും സൈനിക ഉപകരണങ്ങളും ഇസ്രായേലിന് ഓഗസ്റ്റിൽ $20 മില്യൺ വിറ്റതിനെ തുടർന്നാണ് ഈ പാക്കേജ് പുറത്തുവരുന്നത്. 10,000-ലധികം ബോംബുകളും മിസൈലുകളും 2023 ഒക്ടോബറിൽ ഗസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയും ആയുധ വിതരണക്കാരനുമായ വാഷിംഗ്ടൺ ഇസ്രായേലിന് 10,000 അത്യാധുനിക വിനാശകരമായിട്ടുള്ള 2,000 പൗണ്ട് ബോംബുകളും ആയിരക്കണക്കിന് ഈ ഹെൽഫയർ മിസൈലുകളും അയച്ചതായും ജൂണിൽ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗസയിൽ ഫലസ്തീനികൾ നേരിടുന്ന മനുഷ്യാവകാശ വിപത്തിനെ കുറിച്ചുള്ള ആശങ്കകൾ കാരണം ബേണി സാൻഡേഴ്സ് ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം പുരോഗമന US സെന്റർമാർ ഇസ്രായേലിന് US ആയുധങ്ങൾ വിൽക്കുന്നത് തടയുവാനുള്ള പ്രമേയങ്ങൾ അവതരിപ്പിച്ചപ്പോഴും ഏറ്റവും പുതിയ ആയുധ പാക്കേജിനെ കുറിച്ചുള്ള സംഭാഷണങ്ങൾ നടന്നിരുന്നു. എന്തായാലും ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെടുകയും ഒരു വർഷത്തിലധികമായി തുടർന്നു വരികയും ചെയ്യുന്ന ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് താൽക്കാലിക വിരാമമിട്ട് വെടിനിർത്തൽ നിലവിൽ വരുമ്പോഴാണ് ഈ ഒരു പാക്കേജ് കൂടി ബൈഡൻ നൽകുന്നത് എന്ന് കൂടി ഓർക്കുക. പലരും ബൈഡൻ ഈ പടിയിറങ്ങുന്നതിന് മുന്നേ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കമായിരുന്നു അല്ലെങ്കിൽ അത്തരം ഒരു കാര്യമായിരുന്നു ബൈഡൻ ചെയ്തിരുന്നത് എന്ന് അല്ലെങ്കിൽ ബൈഡന്റെ ആ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് ഇത്രയും വളരെ നേരത്തെയൊക്കെ തന്നെ അവസാനിപ്പിക്കാമായിരുന്ന ഈ ഒരു ആക്രമണം ഇത്രയും ദിവസം നീട്ടിക്കൊണ്ട് പോയത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചകളിൽ വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇസ്രായേലിന് വ്യക്തമായ കണക്കുകൂടൽ ഉണ്ടായിരുന്നു. ഇസ്രായേൽ ഒരു പ്ലാൻ ഇട്ടതിന് ശേഷം മാത്രമാണ് കാര്യങ്ങൾ നടപ്പാക്കിയത് എന്ന് വ്യക്തമാകുകയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് നമുക്ക് മനസ്സിലാകുന്നത് എത്രത്തോളം മാരകമായിരുന്നു ആ ഒരു യുദ്ധം എന്നൊക്കെ തന്നെ. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നെതന്യാഹുവിന് ബൈഡനുമായും കൂടി കുറച്ചൊക്കെ തന്നെ ഒരു ആത്മബന്ധമുണ്ട്. കാരണം ഇത്രയും നാളും തന്റെ ഒപ്പം നിന്ന തന്റെ നാടിനൊപ്പം നിന്ന തനിക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ ചെയ്ത ഒരു പ്രസിഡന്റ് തന്നെയാണ് ബൈഡൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇറങ്ങുന്നതിന് മുൻപ് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കണമെന്ന് നെതന്യാഹുവിന് തോന്നിയിട്ടുണ്ടാകും. എന്തായാലും ബന്ധുക്കളൊക്കെ തന്നെ പുറത്തു വരുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഈ ഹമാസ് കീഴടങ്ങുമ്പോൾ ഹമാസ് നേതാവ് പറയുന്നുണ്ട് ഞങ്ങൾ ബന്ദികളെയൊക്കെ വിട്ടു നൽകാമെന്ന്. ഇനി നമ്മൾ കാതോർക്കുന്നത് ബന്ദികൾ പുറത്തേക്ക് എന്ന വാർത്തകൾ കേൾക്കാനാണ്. അവശേഷിക്കുന്ന ബന്ദികൾ കൂടി പുറത്തേക്ക് വരിക എന്നൊരു വാർത്ത. മറ്റൊന്ന് ഏറ്റവും ഒടുവിലായി പുറത്തു വരുമ്പോൾ ഈ അതിർത്തി പ്രദേശങ്ങൾ വിട്ട് പോയിരുന്ന പലരും അതിർത്തി പ്രദേശങ്ങൾ വിട്ടുപോയിരുന്ന ജനങ്ങൾ വീണ്ടും ലബനനിലേക്ക് അല്ലെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിലേക്ക് വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ലബനനിൽ നിന്ന് ഈ ഇസ്രായേൽ സൈന്യം പിന്മാറും. ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന തെക്കൻ ലബനനിലെ 30 കിലോമീറ്റർ മേഖലയിൽ നിന്ന് ഹിസ്ബുള്ളയും പിന്മാറും
എന്നിവയാണ് കരാറിലെ മുഖ്യ നിബന്ധനകൾ. അമേരിക്കയുടെ മധ്യസ്ഥയിലാണ് കരാർ നടന്നത്. അതേസമയം കരാർ ഇരുപക്ഷവും പാലിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ 5 രാജ്യങ്ങളുടെ പ്രതിനിധികൾ അടങ്ങിയ നിരീക്ഷണ സമിതിയും ഉണ്ടാകും. കരാറിന് ഇന്ന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകുമെന്നാണ് റിപ്പോർട്ട്. US തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതി ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ആഴ്ച വൈറ്റ് ഹൌസ് പ്രതിനിധി ലെബനോനും ഇസ്രായേലും സന്ദർശിച്ചിരുന്നു. 60 ദിവസത്തേക്കാണ് വെടിനിർത്തൽ കരാർ വരുന്നത്. 2023 ഒക്ടോബർ 7-ന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഭീകരർ ഇസ്രായേലിനെ ആക്രമിക്കുകയും 1200 പേരെ കൊല്ലുകയും 250-ലധികം ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തു. അതിൽ 101 പേർ ഇപ്പോഴും ഗസ മുനമ്പിൽ ബന്ദികളാക്കിയത് മുതൽ ജനുവരിയിൽ കാലാവധി അവസാനിക്കുന്ന ബൈഡൻ ഇസ്രായേലിനെ ശക്തമായി തന്നെ പിന്തുണച്ചിരുന്നു. എന്തായാലും സ്ഥിരമായി വെടിനിർത്തൽ എന്ന നിലയിലാണ് ഈ കരാർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നാണ് ബൈഡൻ പറയുന്ന വാക്ക്. എന്നാൽ വെടിനിർത്തൽ കരാർ വരും മുമ്പ് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ ബെയ്റൂത്തിൽ ശക്തമായ ബോംബാക്രമണം നടക്കുന്നുണ്ട്. ഇത് കരാറിനെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം. കരാറിന്റെ ഭാഗമായി ചില വ്യവസ്ഥകളും ഇരുപക്ഷവും പാലിക്കേണ്ടതുണ്ട്. 60 ദിവസത്തിനകം ഹിസ്ബുള്ള തങ്ങളുടെ പോരാളികളെയും ആയുധങ്ങളെയും ബ്ലൂ ലൈനിലും ലിറ്റാനി നദിക്കും ഇടയിൽ നിന്ന് നീക്കം ചെയ്യണം. പകരം ഈ മേഖലയിൽ ലബനീസ് സൈന്യത്തെ വിന്യസിക്കും. ഇതേ 60 ദിവസത്തിനുള്ളിൽ തന്നെ ഇസ്രായേൽ തങ്ങളുടെ ശേഷിക്കുന്ന സൈന്യത്തെ ലബനനിൽ നിന്ന് പിൻവലിക്കണം. ഇസ്രായേൽ സൈന്യം തെക്കോട്ടും ഹിസ്ബുള്ള വടക്കോട്ടും നീങ്ങുമ്പോൾ ബ്ലൂ ലൈനിൽ ചുറ്റുമുള്ള പ്രദേശത്ത് ലബനീസ് സൈന്യമായിരിക്കും പെട്രോളിംഗ് നടത്തുക. കരാർ നടപ്പിലാക്കാൻ സഹായിക്കുന്നതിന് നിലവിലുള്ള ലബനൻ സൈന്യം, ഇസ്രായേൽ സൈന്യം, ലബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേന എന്നിവ ഉൾപ്പെടുന്ന നിലവിലുള്ള ത്രികക്ഷി സംവിധാനത്തിൽ അമേരിക്കയും ഫ്രാൻസും ചേരും. ലബനനിൽ US സൈനികരെയും ഉണ്ടാകില്ല. എന്നാൽ US-ഉം ഫ്രഞ്ച് സേനയും ലെബനൻ സൈന്യത്തെ പരിശീലനത്തിനും മറ്റും സഹായിക്കും. ഇവർക്ക് സാമ്പത്തിക സഹായങ്ങളും നൽകും. എന്തായാലും ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പ്രധാനമായി വരുന്നുണ്ട് എന്നാണ് ചർച്ച വരുന്നത്. എന്തായാലും ഇസ്രായേൽ തെക്കോട്ടും ഹിസ്ബുള്ള വടക്കോട്ട് മാറുന്നു. ഇടയിലായി ലബനൻ ഇനി ഭരിക്കുമെന്ന കാര്യമൊക്കെ തന്നെ വരികയാണ്. എന്തായാലും കണ്ടറിയാം എന്തൊക്കെ സംഭവിക്കും. ഇനി ഏറ്റവും ഒടുവിൽ കാത്തിരിക്കുന്നത് ബന്ദികൾ പുറത്തേക്കുന്ന വാർത്തയ്ക്ക് വേണ്ടിയാണ്.